ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? കുറച്ച് ബിസി ആയി പോയിട്ടോ. നമ്മൾ ട്രെൻഡിങ് ആയിക്കുന്ന കൂന്തൽ നിറച്ചതാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കൂന്തൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ മസാല സവാള ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാനൊരു 2 ചെറിയ കൂന്തളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 പിടി തേങ്ങ ചേർത്തെടുത്താൽ മതി കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതവിടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ കൂന്തലെടുത്തിട്ട് അതിൽ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ടൂത്ത് പിക്ക് കൊണ്ടും ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അത് പുറത്ത് പോവാതിരിക്കാൻ കേട്ടോ മസാല ഒക്കെ. ഇനി ഇതാ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അധികം ആവി കയറ്റിയെടുക്കരുത് കേട്ടോ. ഇനി പാന് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നുള്ളുപ്പും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി മുറിച്ചിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ച കൂന്തലിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് അതും അധികം വേവിച്ചെടുക്കരുത് കേട്ടോ. അത് അടിപൊളി കൂന്തൽ നിറച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.